ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷത്തിനുണ്ടായ പരാജയം വലിയ ആഘാതമാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയത്. 2019-ലെയും 24-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ ആകെ ലഭിച്ചത് ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമാണ്. 19-ൽ ആലപ്പുഴയാണെങ്കിൽ 24-ൽ അത് ആലത്തൂരായത് മാത്രം. ഈ സാഹചര്യത്തിൽ 2024-ലെ പരാജയത്തോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് എവിടെ നിന്നാണ് വോട്ട് ചോർച്ച ഉണ്ടാകുന്നതെന്ന പരിശോധനയിൽ എല്ലാ കാലവും ഇടതുപക്ഷത്തിനോടൊപ്പം ഉറച്ച വോട്ടായി നിന്നിരുന്ന ഈഴവ SC/ST വോട്ടുകൾ ഒലിച്ചുപോയി എന്നുള്ളത് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയ ഇടതുപക്ഷം SNDPയുടെയും SC/STയുടെയും വോട്ടുകൾ തിരിച്ചുപിടിക്കുവാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിരുന്നു. SNDPയിലും SC/STയിലും അങ്ങനെ സാമുദായിക സംഘടനകളിലെല്ലാം പാർട്ടിയുടെ അപ്രമാദിത്യം കൊണ്ടുവന്ന പാർട്ടി നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും അത്തരത്തിലുള്ള സാമുദായിക സംഘടനകളിൽ സജീവമായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട് വർധന ഉണ്ടാക്കുക എന്നുള്ള തന്ത്രപരമായ നീക്കമാണ് MV ഗോവിന്ദൻ പരസ്യമായ പല മാധ്യമങ്ങളുടെ മുമ്പിലും തുറന്നടിച്ചത്. എന്നാൽ സർവനായർ സമാജത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പെരുമുറ്റം രാധാകൃഷ്ണൻ ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ നായർ സമുദായം അടക്കമുള്ള സർവനായർ സമുദായം നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും സർക്കാർ അത്തരത്തിലുള്ള സമുദായങ്ങളോട് കാണിക്കുന്ന ചില അനീതികൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം SNS-ൻ്റെ അടക്കമുള്ള നായർ സമുദായത്തിൽപ്പെട്ട വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നതിനും വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. നായർ ഉൾപ്പെടെയുള്ള 168 സമുദായങ്ങളിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് 2 വർഷമായി നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ പോലും തയ്യാറാകാതെ സർക്കാർ അവഗണിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ SNS-ന് പറയുവാനുള്ളത്. 1 കോടി രൂപ ചെലവഴിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ട് നടപ്പാക്കിയാൽ നായർ സമുദായത്തിലെ പാവപ്പെട്ടവർക്കും കഷ്ടപ്പെടുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആനുകൂല്യം ലഭിക്കും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14-15 അനുശാസിക്കുന്ന തുല്യനീതി നായർ സമുദായത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് SNS ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നമാണ്. ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് SNS ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നായർ സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം നിഷേധിക്കുന്ന നയം തിരുത്തിയേ മതിയാകൂ എന്ന വാദമാണ് ഇവർ ഉയർത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് തൊട്ടു പിന്നാലെ സംഘടിതരായ മുസ്ലിം, ക്രിസ്ത്യൻ, ഈഴവ വിഭാഗങ്ങളുടെ വോട്ട് ചോർന്നതിന്റെ കാരണം അന്വേഷിക്കുന്ന ഇടത് സർക്കാർ എന്തുകൊണ്ടാണ് അസംഘടിതരായ നായർ സമുദായത്തെ കാണാതെ പോകുന്നത് എന്ന ചോദ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. നായർ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ആനുകൂല്യം നേടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പോലും നായർ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല എന്ന അഭിപ്രായവും SNS-നുണ്ട്. ഗോവിന്ദൻ മാഷിനെതിരെയും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് SNS-ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നത്. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് തൊട്ടു പിന്നാലെ SNDP അടക്കമുള്ള സമുദായങ്ങളുടെ വോട്ട് ചോർച്ച ഉണ്ടായെന്ന് തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷം SNDP വോട്ടുകൾ തിരിച്ചുപിടിക്കുവാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ SNS ഉയർത്തുന്ന ചോദ്യവും അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. SNDP എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് ഒരു വോട്ടില്ലേ? CPM-ലെ ഈഴവ സമുദായത്തിലുള്ളവർക്ക് വോട്ടില്ലേ? CPM-ലെ ഈഴവർ എങ്ങനെയാണ് SNDP-കാരാകുന്നത്? ഈ ചോദ്യങ്ങൾക്ക് CPM എന്തു മറുപടി നൽകുമെന്നുള്ളത് പ്രധാനമാണ്. കേരളത്തിൽ ഇസ്ലാം സമുദായക്കാർക്ക് 12%, ഈഴവ സമുദായത്തിന് 14% സംവരണം നൽകുന്നുണ്ട്. ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നതിന് പകരം കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സംവരണം നൽകുന്നത്. അത് ശരിയായ ഒരു രീതിയല്ല എന്നും SNS പറയുന്നുണ്ട്. സാമ്പത്തികമായും സാമൂഹികമായും ഉയർന്നതാരെയെന്ന് നോക്കി വേണം സംവരണം നൽകുവാൻ, അല്ലാതെ ജാതിയുടെ പേരിൽ സംവരണം നൽകുന്ന നിലപാട് ശരിയല്ല എന്ന് അവർ പറയുന്നു. ഭരണഘടനാ പ്രകാരം 10 വർഷത്തേക്ക് തുടങ്ങിവെച്ച സംവരണം നിർദ്ദിഷ്ട പഠനമോ വിലയിരുത്തലോ നടത്താതെ 75 വർഷമായി ഇന്നും തുടരുകയാണ്. ഒരിക്കൽ സാമൂഹികവും സാമ്പത്തികവുമായി ഉന്നതി നേടിയാൽ പോലും തുടർന്നും ജാതിയുടെ പേരിൽ ആനുകൂല്യം നേടുന്ന രീതിയാണ് കേരളത്തിലുള്ളത്. 35 വർഷമായി കൊടിക്കുന്നിൽ മത്സരിച്ച് MP ആയിട്ടുണ്ട്. കൊടിക്കുന്നിൽ ആദ്യത്തെ തവണ തന്നെ MP ആയപ്പോൾ തന്നെ സാമൂഹികവും സാമ്പത്തികപരവുമായി അദ്ദേഹം ഉന്നതി നേടി. അപ്പോൾ അദ്ദേഹം ജനറൽ കാറ്റഗറിയിലേക്ക് മാറിക്കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോഴും അവകാശപ്പെടുന്നത് പട്ടികജാതിയിൽ പെടുന്നു എന്നാണ്. അതുപോലെ തന്നെയാണ് കോവൂർ കുഞ്ഞുമോൻ MLA-യുടെ കാര്യവും. കോവൂർ കുഞ്ഞുമോൻ നിരവധി തവണ MLA ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹികപരമായും സാമ്പത്തികപരമായും അദ്ദേഹം ഉന്നതി നേടിക്കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് താഴെത്തട്ടിലുള്ള ഒരു ജനവിഭാഗത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അദ്ദേഹം ചോദിച്ചു വാങ്ങുന്നത്? അത് കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് SNS-ന്റെ വാദം. ഇത്തരത്തിൽ ജാതീയപരമായുള്ള വേർതിരിവിലൂടെ ആനുകൂല്യങ്ങൾ നൽകുന്ന നിലപാടിനോട് കടുത്ത എതിർപ്പാണ് SNS മുൻപോട്ട് വയ്ക്കുന്നത്. കൂടാതെ നായർ സമുദായത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാർ പലതരത്തിലുള്ള അവഗണനയാണ് നായർ സമുദായത്തോട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35%-ലേറെ വോട്ടുകളും BJP-യിലേക്ക് പോയത്. അങ്ങനെ കണക്കുകൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ പോലും NSS വോട്ടുകൾ എന്തുകൊണ്ട്
ഇടതുപക്ഷത്തിന് ലഭിച്ചില്ല എന്ന കണക്കുകൂട്ടലുകൾ ഗോവിന്ദൻ മാഷ് നടത്തുന്നില്ല എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യം താക്കീത് എന്ന രീതിയിലാണ് SNS മുൻപോട്ട് വെക്കുന്നത്. ഇതിന് ഇടതുപക്ഷം മറുപടി പറയേണ്ടതായുണ്ട്. നായർ സമുദായത്തിൽപ്പെട്ടവരെ എന്തുകൊണ്ട് ഇടതുപക്ഷം പരിഗണിക്കുന്നില്ല? എന്തുകൊണ്ടാണ് അവരുടെ വോട്ടിനെ ചൊല്ലി വലിയ അങ്കലാപ്പ ഇടതുപക്ഷ സർക്കാരിന് ഇല്ലാത്തത്?